സംസ്ഥാനത്ത് നാളെ രാത്രിയിൽ സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ചിടും. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെയാണ് പമ്പുകൾ അടച്ചിടുന്നത്. പമ്പുകൾക്ക് മതിയായ സുരക്ഷയില്ലെന്ന് ആരോപിച്ചാണ് സമരം. MK വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ, പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, പെട്രോൾ പമ്പുകളിൽ ജീവനക്കാർക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണോ ഈ സമരത്തിലേക്ക് കടക്കാൻ സ്വകാര്യ പമ്പുടമകൾ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും വിഷ്ണു ശർമ്മ, നമുക്കറിയാം സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ ഒന്നും തന്നെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല. പലയിടത്തും ഗുണ്ടാക്രമണങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ അവിടുന്ന് പണം കവരുന്ന സാഹചര്യം, അതേപോലെ തന്നെ അവിടെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച അക്രമങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യം. അപ്പോൾ ഇവിടെ രാത്രികാലത്ത് ജോലി ചെയ്യുന്നവർക്ക് യാതൊരുവിധ സുരക്ഷയുമില്ല. ഈ കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഈ പ്രതികളെ ഒന്നും പിടികൂടുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ പെട്രോൾ പമ്പുകളും നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. അതുകൊണ്ട് നിരവധി ദീർഘദൂര യാത്രക്കാർ രാത്രിയിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രശ്നമായി മാറും. എന്നാലും ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ ഇനി മുതൽ രാത്രി 10 മണി വരെ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ. 10 മണിക്ക് ശേഷം പമ്പുകൾ പ്രവർത്തിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന പമ്പുകൾ നഗരത്തിൽ ഏതാനും പമ്പുകളൊക്കെ എല്ലാ നഗരത്തിലും കാണാറ് പതിവുണ്ട്. പക്ഷേ ഇവരുടെ ഫെഡറേഷൻ, അതായത് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് എന്ന സംഘടന, അതിലാണ് ഭൂരിപക്ഷം പെട്രോൾ പമ്പ് ഉടമകൾ ഉള്ളത്. അവരാണ് അറിയിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സുരക്ഷ നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല എങ്കിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ രാത്രി കാലത്ത് ഇനിയും പമ്പുകൾ പ്രവർത്തിപ്പിക്കില്ല. അതിന്റെ സൂചനാ സമരമാണ് നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെ നടത്തുന്നത്. പക്ഷേ ഈ ഒരു സമരം സ്വകാര്യ പെട്രോൾ പമ്പുകൾ മാത്രമാണ്. മറ്റ് ഏജൻസികൾക്കും, സർക്കാർ ഏജൻസികൾക്കും പെട്രോൾ പമ്പ് ഏജൻസികൾക്കും അവർ നേരിട്ട് നടത്തുന്ന പമ്പുകളുണ്ട്. ആ പമ്പുകളെ ഈ സമരം ബാധിക്കില്ല. KSRTC സ്വന്തമായി പെട്രോൾ പമ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് KSRTC സർവീസുകളെയും ഈ സമരം ബാധിക്കാനിടയില്ല. എന്തായാലും പെട്രോൾ പമ്പ് ഉടമകൾ തങ്ങളുടെ ആശങ്ക സർക്കാരിനും ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനാണ് ഇത്തരത്തിലൊരു സൂചനാ സമരം നാളെ രാത്രി നടത്തുന്നത്. വിഷ്ണു ശർമ്മ. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ നടത്തുന്ന പെട്രോൾ പമ്പുകൾ, സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകൾ, അല്ലെങ്കിൽ ഈ കമ്പനികൾ നേരിട്ട് നടത്തുന്ന പെട്രോൾ പമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വകാര്യ പമ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കാത്തത്. ഇതിനാൽ തന്നെ ഇവരുടെ ഈ സൂചനാ സമരം അത് സർക്കാർ നേരായ രീതിയിൽ കാണും എന്ന് കരുതുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞ വിവിധ പെട്രോൾ കമ്പനികൾ, അതേപോലെ തന്നെ സർക്കാർ ഏജൻസികൾ ഒക്കെ നടത്തുന്ന പമ്പുകളുടെ എണ്ണം കുറവാണ്. സംസ്ഥാനത്ത് ഭൂരിപക്ഷം പെട്രോൾ പമ്പുകളും നടത്തുന്നത് സ്വകാര്യ പമ്പ് ഉടമകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ സമരം ബാധിക്കുക തന്നെ ചെയ്യും. സാധാരണക്കാർ ഒക്കെ തന്നെ ഇതിപ്പോ ഏത് കമ്പനിയുടെ പമ്പ് എന്ന് നോക്കിയിട്ടല്ലല്ലോ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുന്നത്. തങ്ങളുടെ വാഹനങ്ങൾക്ക് പെട്രോൾ തീരുമ്പോൾ തൊട്ടടുത്തുള്ള പമ്പിലേക്ക് കയറ്റി ഇന്ധനം നിറയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത ഉള്ള പമ്പുകൾ എല്ലാം കൂടുതലും ഭൂരിപക്ഷവും സ്വകാര്യ പമ്പുകളാകുമ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാർ ഈ സമരം കാണാതിരിക്കില്ല. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് കാണുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, ഈ പെട്രോളിന്റെ വിൽപ്പന കൂടി നടന്നാലല്ലേ സർക്കാരിന് ടാക്സ് കിട്ടുകയുള്ളൂ. അപ്പൊ ടാക്സിന്റെ ഇനത്തിലും സർക്കാരിന് നഷ്ടം വരും. അതുകൊണ്ട് സർക്കാർ ഈ സമരത്തെ കാണാതെ പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ പമ്പുടമകൾ പറയുന്ന കാര്യമുണ്ട്, രാത്രി ജോലി ചെയ്യുന്നവർക്കൊന്നും സുരക്ഷിതമായ ഒരു സാഹചര്യമല്ല ഈ നഗരത്തിലും അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. അവരുടെ ഈ സമരത്തെ നമുക്ക് കുറ്റം പറയാനും ആവില്ല. വിഷ്ണു ശർമ്മ. MK വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെ സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്.